അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശാവിറുഹും ഫിൽ അംർ ഫഇദാ ഹസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സൂറത്ത് ആൽ ഇംറാനിലെ ഒരു ആയത്താണ്. നീ കൂടിയാലോചന നടത്തുകയും ചെയ്യുക, എന്നിട്ട് നീ വല്ലതും തീർച്ചപ്പെടുത്തിയാൽ നീ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളുക. നിശ്ചയമായും അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഒരു 40-45 വയസ്സായ ചെറുപ്പക്കാരൻ്റെ ഫാൻ്റെ കുപ്പായിട്ടൊക്കെ കയറി വന്നു. അങ്ങനെ കയറി വന്നിട്ട് ഒരു 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 സഞ്ചി ഫയൽ എടുത്തു തന്നു. എനിക്കാകെ അത് നോക്കിയാൽ മനസ്സിലായെന്ന് വെച്ചാൽ ഇത് ഡോക്ടർ ഓങ്കോളജി ആണോ, അതിൽ വല്ല വേറെ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയണോ എന്നൊക്കെ ഉള്ളത് അതിൽ ആ ഡോക്ടർമാർ എഴുതിയതല്ലാത്ത എനിക്കൊന്നും അറിയില്ല. ഞാനത് ഒറ്റനോടെ നോക്കുമ്പം ഇത് ഗൗരവം തോന്നിയ ഒരാളെ വിളിച്ചത് നമ്മുടെ ഡോക്ടർ ഒന്ന് കാണിച്ച് ഡോക്ടറോട് ഇതിൻ്റെ ഒരു സമ്മറി ഒന്ന് ചുരുക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വരുന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് പറഞ്ഞേക്കും. അതാണ് സാധാരണ ചെയ്യൽ. അപ്പോൾ ഈ കടലാസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഇത്ര കീമോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടൈം അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു പ്രാഥമിക വിവരം ഞാൻ കരസ്ഥാക്കി ഇങ്ങനെ നിന്ന് ശരി നമുക്ക് ബാക്കി ഡോക്ടറോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാറുണ്ട്. എന്താ ഇത് ഭാര്യയാണ് ചോദിച്ചു. ഭാര്യയാണ്. ഓക്കും ക്യാൻസറാണ്, ഓക്ക് മാറിലാണ് ക്യാൻസർ, എനിക്ക് ഉള്ളിലാണ് ക്യാൻസർ. സത്യത്തിൽ ഒരു മേശൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും എനിക്ക് ക്യാൻസറാണ്, ഞങ്ങൾക്ക് 5-6 കുട്ടികളുണ്ട്, കൃത്യമായ വരുമാനമൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു മാനസികാവസ്ഥ ഞാൻ കേട്ടപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് പറയാൻ കഴിയില്ല. ഡോക്ടർക്ക് പിന്നെ എന്തെന്ന് ചോദിച്ചാൽ ഇത് കാഷ്വാലിറ്റിയിലും പിന്നെ 100-400-300 രോഗികളെ പരിശോധിക്കേണ്ട ഡോക്ടർക്ക്, ഡോക്ടർ മനുഷ്യനാണ്, എന്നാലും ഒരു പക്ഷേ പിടിച്ച് നിൽക്കാൻ ചിലപ്പോൾ പറ്റിക്കൂടല്ല, നമുക്കൊന്നും ഇത് പിടിച്ച് നിൽക്കാനും കഴിയാത്ത രീതിയിലായി. കുറച്ച് പൈസ എടുത്തു കൊടുത്തു. നിങ്ങൾ പിന്നെ അടുത്ത ടെസ്റ്റ് ആകുമ്പോഴത്തേന് വരി എന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ആലോചിച്ചു. നേരെ അടുത്ത ദിവസം അവരെ വീട്ടിൽ പോയി നോക്കി. അവരെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അങ്ങനെ ഒരു 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 ഷെഡുമായിട്ടൊരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പടവൊക്കെ തറയൊക്കെ ഒരു പടുത്തുണ്ടാക്കി എനിക്കാണ്ട് കയറാനും പറ്റാത്തൊരു ഒരു കോലത്തിൽ. അപ്പോൾ കസാല പുറത്തേക്ക് ഇട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നോക്കുമ്പോൾ മേലൊക്കെ പട്ടിക, കവുങ്ങിൻ്റെ പട്ടികയും, ജനാലിന് വാതിലൊന്നുമില്ല, ഇതൊന്നുമില്ല, പുളിയൊന്നും വെച്ചാൽ ഓലൊക്കെ മറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ശരി നമുക്കെന്തെങ്കിലും ചെയ്യാം, നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ പറയണ്ടേ, നമുക്ക് എന്തെങ്കിലും അടുത്ത ടെസ്റ്റിന് ചെയ്യാം, നിങ്ങൾ വരിക എന്തെങ്കിലുമൊക്കെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞു. കൂടുതൽ ചോദിച്ചു എങ്ങനെ ഇപ്പോൾ ജീവിതം, ഇപ്പോൾ രണ്ടാൾക്കും കൂടി മാറി മാറി ആസ്പത്രിക്ക് പോകണമല്ലോ. അപ്പോൾ പീടികയിലൊരു 9,000 രൂപേൻ്റെ അടുത്ത് കൊടുക്കാണ്ട്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞാൽ ഇനിയിപ്പോൾ പൈസ തിന്നിട്ട് വാങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഴുവിച്ചു. ബാക്കി നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല പറയുന്നതിൻ്റെ കോലം. അങ്ങനെ ഞാനും സലാമും കൂടി അവിടെ പോയി പീടികയിൽ പോയി നോക്കി. പീടികക്കാരോട് ചോദിച്ചു ഇന്ന ആളിവിടെ വല്ല പൈസയും തരാണ്ടോ എന്ന് ചോദിച്ചു. ഒരു ആമുഖമൊന്നും ഇല്ലാതെ ചോദിച്ചു. നമ്മളാരൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ പെട്ടെന്ന് ബുക്ക് ഇങ്ങനെ മറിച്ചാണ് കുറേ വന്ന് ഇപ്പോൾ കുറച്ചായി സാധനം കൊടുത്തിട്ട് ബുക്ക് ബാക്കോട്ട് മറിച്ച് 8,600 ചില്ലാൻ ഉറുപ്പ്യ തരാണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എന്താ ചോദിച്ചു, ഇപ്പോൾ വന്നിട്ട് കുറച്ചായി അറിഞ്ഞ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഓൽക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യം നമ്മൾ ഒരു പറയില്ലല്ലോ. ഒരു 10,000 രൂപ അപ്പോൾ തന്നെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തന്നെ നോക്കി. അപ്പോൾ ഒരു 10,000 ഉണ്ടല്ലോ, ഇത് നമുക്ക് 8,600 കിട്ടുള്ളൂ പറഞ്ഞു. അതായത് ഇത് എൻ്റെ പൈസ അല്ല, ഞങ്ങളൊരു കമ്മിറ്റിൻ്റെ അവിടെ സക്കാത്ത് ഫണ്ടിലെ പൈസയാണ്. കടക്കാർക്ക് സക്കാത്ത് നിർബന്ധമായിട്ട് 8 കൂട്ടറിൽ പറഞ്ഞതാണല്ലോ. അതും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കടം വന്നിട്ട് പിന്നെ ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യത്തിൽ സക്കാത്തിൻ്റെ 100% അവകാശമാണ് മനുഷ്യൻ. അപ്പോൾ ഒരു പറഞ്ഞു ഒരു 600 രൂപ കുറച്ച് തരാം, നിങ്ങൾ 8,000 തന്നാൽ മതി പറഞ്ഞവർ. ആയിക്കോട്ടെ എന്നാൽ 8,000 വെച്ചോളി, നിങ്ങൾ 1,000 രൂപ ഉണ്ട് മാസം ഒരു കിറ്റ് കൊടുത്താൽ, അടുത്ത മാസം 1,000 രൂപ ഉണ്ട് അടുത്ത മാസം കിറ്റ് കൊടുത്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞു അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് പോന്നു. പക്ഷെ പോകുന്നതിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോ ഇത് 1,000 രൂപേൻ്റെ കിറ്റ് കൊടുത്താൽ പോരെ, ഇനി എന്താ 2,000 കൂടി കൊടുക്കുകയല്ലോ, അതൊരു ഒരു 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 ഇടങ്ങേറ് തോന്നി. അങ്ങനെ ഒരു പിസ്കത്തരായിപ്പോയല്ലോ. ഏതായാലും സാരില്ല, എന്തെങ്കിലും ചെയ്യാം, ഞാൻ വൈക്ക് പോകുമ്പോൾ നീ കാട്ടായിരിച്ചു. അന്ന് വൈകുന്നേരം ഞങ്ങൾ ലൈനിൽ പോയി വരുമ്പോണ്ട് ഒരാളൊരു മെസ്സേജ്, ഒരു 4,000 രൂപ ഞാൻ കിറ്റിന് അയച്ചിട്ടുണ്ട്, ഒരു 3,000 രൂപ വേറെ അയച്ചിട്ടുണ്ട്, അത് ഇന്ന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം, അർഹതപ്പെട്ട ഒരാൾക്ക് ഇന്ന് തന്നെ കൊടുക്കണം. നമ്മൾ ഒതായിൽ പോയി വരുന്ന സമയത്താണ് ഫോൺ. ഞാൻ ഡോക്ടർ അവിടെ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയി ഇങ്ങനെ. അപ്പോൾ
ഇന്ന് തന്നെ കൊടുക്കണത്. അപ്പോഴാണ് ഒരു മനസ്സിലേക്ക് ഒരു കുറ്റബോധം പഠിച്ചോനെ അവിടെ ഒരു 1000 കൊടുത്താൽ പോരേനി എന്നുള്ളത് സാറാറ് പറ്റിയല്ലോ, അത് തിരുത്തി തന്നാൽ പഠിച്ചോനെ എത്ര ഒരുപാട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 3000 രൂപേൻ്റെ കിറ്റ് കൊടുക്കി. ഞാൻ പറഞ്ഞ 1000 അടുത്ത മാസം ഈ 3000 രൂപേൻ്റെ കിറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്തും ആ വീട്ടുകളിൽ എന്തും കൊടുക്കുക, നിങ്ങളതൊന്ന് പാക്ക് ചെയ്തിട്ട് ആ വീട്ടിൽ കൊടുത്തേക്കുക അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് വരുത്തിക്കൊള്ളണം. അപ്പോൾ അയാൾക്ക് ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ ശരീരം കഴിയില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തിച്ചു കൊടുത്തോളാം. അപ്പം മറ്റേ തന്ന ആ സഹോദരൻ പറഞ്ഞു ഇങ്ങനൊരു കേസിന് രാവിലെ ഞാൻ പോയിരുന്നു, രാത്രി പറഞ്ഞിട്ട് നാളെ രാവിലെ സാധനം കൊണ്ടുപോയി കൊടുത്തോളും. വലിയ കിട്ടലായിട്ട് വന്നപ്പോൾ ആ സഹോദരൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ എനിക്കത് ആ സമയത്ത് എൻ്റെ പൈസ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമല്ലോ. ഇതിൽ ഈ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടുന്ന രീതി നിങ്ങളൊന്ന് ആലോചിക്കണേ. സത്യത്തിൽ ഇവിടെ വന്ന് ആ ബന്ധര് അഡ്രസ്സ് തിരഞ്ഞു പോയി മനസ്സിൽ ആ ഒരു ചിത്രം കണ്ടു. ഇവിടെ ആരൊക്കെ തന്ന സക്കാത്തിൻ്റെ ഒരു വീതത്തിൽ നിന്ന് ആ കടം വീട്ടി അതിലിഞ്ഞ് 2000 രൂപ കൊണ്ട് 2 മാസം ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പോകുന്നതിലുള്ള ഒരു പോകുന്നതിന് ശേഷം ഒരു മനസ്താപവും കുറച്ച് സമയത്ത് ഇങ്ങനെ തോന്നി ഞാൻ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ച്. അപ്പം നോക്കും വീണ്ടും ഒരു സഹോദരൻ ഏതോ നയ്യോ പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ 3000 രൂപ നമ്മൾ അക്കൗണ്ട് കിട്ടി. ഇത് ഇന്ന് തന്നെ നിങ്ങൾ കൊടുത്താൽ ഉപകാരമായിരുന്നു. കിറ്റിൻ്റെ നിങ്ങൾ കിറ്റിൻ്റെ സമയത്ത് കൊടുത്തോളൂ, അത് ഞാൻ 4000 രൂപ അയച്ചിട്ടുണ്ട്, ഈ 3000 ഭക്ഷണം കൊടുക്കാനാണ് എന്ന് പറയുന്നത്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പടച്ചോനെന്നൊരു വിളി പോകണ്ടാവില്ല റബ്ബേ. ഒരു 4-5 കുട്ടികളും ഒരു വാപ്പയമ്മയും തിന്നാണ്ടാവുമ്പോൾ അതും 1.5 ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ ആശുപത്രിക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പറ്റിയെന്ന് കുട്ടികളെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ സാധനം കിട്ടാതെ മടങ്ങി പോരുമ്പം പടച്ചോനെന്നൊരു വിളി ഉണ്ടാവുമല്ലോ. ആ വിളിക്ക് അള്ളാഹു തആല ഉത്തരം നൽകുന്ന അള്ളാഹ് അത് പൂരിപ്പിക്കുന്ന രീതികളാണിതുള്ളത്. അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രയാസപ്പെടും ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടും പ്രയാസമുള്ള ആളുകളാണ് നമ്മളെ ഈ സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്തഫാഷായിട്ട് ഇങ്ങനെ സംസാരിക്കും. മാഷ് പറഞ്ഞേ കാക്ക മൂത്രം വെള്ളം കുടിച്ചാനും വയ്യ. ഇവിടെ വരുന്ന ഭിന്നശേഷിയിൽ വരുന്ന ആളുകളിൽ ചില ആൾക്കാർക്ക് വെള്ളം കുടിക്കാനും കഴിയില്ല, വെള്ളം കുടിച്ചാൽ മൂത്രം പോയി പോവും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്ന് മാഷിനോട് പറഞ്ഞാണ്ട് മാഷ് പോയി. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്കിവിടെ വന്നവരൊന്നും ഓർമ്മയില്ല ഇത് ആരാണ് ഈ സഹോദരി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഏറെക്കുറെ കണ്ടൊരു ഓർമ്മ ഉണ്ട്, കുറച്ചാൽ ഇവിടെ വരലോടെ. അപ്പം ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ചെവി കേൾക്കാത്തൊരു ഉമ്മ, നടക്കാൻ കഴിയാത്തൊരു മോളും, ഇത് തമ്മിലുള്ളൊരു സംഗതി രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് നോക്കിയപ്പോൾ ചെവി. അപ്പോൾ ഈ സഹോദരി അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോരിയെന്ന് പറയുന്നുണ്ട്. ഇമ്മാക്ക് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാവണില്ല. ഞാൻ വണ്ടി നിർത്തി ഇവളോട് പോയി നോക്കി തന്നെ കാരണം പെരാറിന് കയറി ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ സംസാരിച്ച്. അപ്പോൾ ആ സഹോദരി പറയാണ് ഉമ്മാക്ക് ചെവി വെക്കില്ല, ആങ്ങളാരില്ല, ബാപ്പ ഒരു ചെറിയൊരു പണിക്ക് പോകും, ആരോഗ്യം ഉണ്ടായിട്ടല്ല, 70 വയസ്സായി തുടങ്ങി, അങ്ങനെ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ ആ കുട്ടീൻ്റെ സംഗതി ചോദിച്ചപ്പം 13ാമത്തെ വയസ്സിൽ നിക്കാഹ് 28 കൊല്ലം മുന്നേ നിശ്ചയിച്ചു. ഇപ്പം കുടുംബക്കാരൻ തന്നെ ഇനി കല്യാണം കഴിഞ്ഞു, പുതുക്കം പോയിട്ടില്ല. ഏതായാലും ആ സമയത്ത് ഒന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം മുക്കണതിൻ്റെ ഇടയിൽ അതിമേലുള്ള ബാറ് ചതിലൊടിച്ചുകൊണ്ട് അതിക്ക് വീണു, നട്ടെല്ല് പൊട്ടി, ഒരുപാട് സർജറി കഴിഞ്ഞു. ഇപ്പോൾ 28 കൊല്ലമായി, 28 കൊല്ലമായി നട്ടെല്ലിന് സർജറി നടന്നിട്ട്. ഇപ്പം വെള്ളം കുടിച്ചാൽ മൂത്രം ഇടുക്കണം എന്നുള്ള അറിയില്ല, വെള്ളം ചിലപ്പോൾ അങ്ങോട്ട് പോയിക്കൂടും. എന്നാൽ വിചാരിക്കുമ്പോൾ തന്നെ ഒരു ടോയ്ലറ്റിൽ പോയി വണ്ടി ചെന്നാണ്ട് അത് നടത്താനും കഴിയില്ല. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മൂത്രം എടുക്കാനും കഴിയില്ലല്ലോ. ഡയപ്പറിലൊക്കെ നിൽക്കണതിനൊരു കോലമുണ്ടല്ലോ മൂത്രം വന്നാൽ. ഇവിടെ ഇപ്പോൾ ഈ ഭിന്നശേഷിയിൽ വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിലും അങ്ങനെ തന്നെയല്ലേ, ഓൾക്ക് മൂത്രം ഈ സംഗതി നിറഞ്ഞത് അറിയണില്ല, പൂവന്നെ. ചിലർക്ക് നിറഞ്ഞത് അറിയണില്ല, പോണുമില്ല. അതിന് ട്യൂബിട്ട് സൈലോക്കൻ ജെല്ലും തേച്ച് എടുത്ത് ഈ സൈലോക്കൻ ജെല്ല് കയറ്റിയിട്ട് ആ എഡ്ജിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ അറിയില്ല, അതിൻ്റെ തലക്കലൊരു എഡ്ജ് ഉണ്ടാവും, ഈ ഭാഗം ബ്ലോക്ക് ആയിക്കാരം, ഇവിടെ ഒരു എഡ്ജ് ഉണ്ടാവും. അത് കയറ്റി പോണ പോക്കിൽ നല്ല ടൈറ്റിൽ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറച്ചി ഇങ്ങോട്ട് ഈ ഓട്ടനുള്ളിൽ കണ്ട് നിൽക്കും. പിന്നെ ഇത് അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോവില്ല. അതാണ് ആണുങ്ങളത് എടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ചോര വരും, പിന്നെ ഇത് കിട്ടിയാൽ മതി തന്നെയാവുക. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ പെർമനൻ്റായിട്ട് ഇട്ട് വെച്ചോളൂ. പെർമനൻ്റായിട്ട് ഇട്ട് വെച്ചാൽ ഇൻഫെക്ഷൻ കയറി പഴുപ്പ് വന്ന് പിന്നെ ആ ഇടക്കിടക്ക് അത് പിന്നെ മാറ്റണം, അങ്ങനെയല്ല ഡോക്ടർ. പെർമനൻ്റായിട്ട് ഇട്ടേക്കാൻ ആൾക്ക് ബുദ്ധിമുട്ട്. ഒരു ദിവസം 6-7 തവണ മൂത്രത്തിന് ട്യൂബ് ഇട്ടെടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ. ഇനി നമ്മൾ ആലോചിക്കുന്നത് അമ്മക്കൊക്കെ എത്ര തിന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ വീട്ടിൽ പോയി നിങ്ങൾ വിഷമിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ നമുക്ക് മാസത്തിൽ എന്തെങ്കിലും നമുക്ക് നോക്കാം, ഒരു പെൻഷൻ നമുക്ക് തരുന്നത് കൂട്ടുക, എന്തെങ്കിലും ചെയ്യുന്ന ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ പേടി ഇത് മാത്രമല്ല, ഇരുന്ന് ചന്തി പൊട്ടി പോവാണ്. മൂത്രം പോയി ശരീരത്തിൻ്റെ രക്തോട്ടം ഇല്ലാത്തടത്ത് മൂത്രത്തിൻ്റെ ഇത് വന്നിട്ട് ഈ മൂത്രം വന്നാൽ ഇത് മുറിയാവും തോന്നുന്നു ഡോക്ടറെ. മൂത്രം ഇങ്ങനെ മൂത്രവും മലവും പിന്നെ പെണ്ണുങ്ങളാകുമ്പോണ്ടാണ് എല്ലാ ബുദ്ധിമുട്ടുകളും. പ്രായം വയസ്സത്തികളൊന്നും അല്ലല്ലോ ഇത്.
അപ്പം മൂത്രവും മലവും മറ്റുള്ള സംഗതികളൊക്കെ ചന്തിമലും മുറിമലും ശരീരത്തിലായി കഴിഞ്ഞാൽ വ്രണാകണ ഒരുപാട് പേടി, മൂത്രം പോകാൻ നിയന്ത്രണം വിട്ടു പോകേണ്ട പേടി, മലം വന്നാൽ പേടി, എല്ലാം പേടി. അപ്പം നമുക്കൊക്കെ പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ, അതാണ് എപ്പോഴും പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി എന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കണക്കെടുക്കാൻ കഴിയില്ല. ഒരു വിഷയം, മൂത്രം തന്നെ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ മൂത്രം അനിയന്ത്രിതമായിട്ട് പോകുന്ന പ്രശ്നം, മൂത്രം കിട്ടാത്ത പ്രശ്നം, മലം നിയന്ത്രണം പോകുന്നത് പ്രശ്നം, മലം കിട്ടാത്ത പ്രശ്നം. ആഴ്ചയിൽ ഒരു ദിവസം മലം പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എനിക്കറിയാം. ബഷീറൊക്കെ വരും, വിളിച്ചിട്ട് വരണം കേട്ടോ, എനിക്ക് അന്നത്തെ പരിപാടി ഒന്ന് കുളിക്കലും മാറ്റുന്ന പോലെയാണ്. അതൊരു മരുന്ന് കുടിക്കുകയും ചെയ്യും, താഴെ ഭാഗത്ത് വെക്കാനുള്ള ഗുളിക ടാബ്ലറ്റ് ഇതൊക്കെ വെച്ചാണ്ട് നോക്കും. അതും കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയും തോണ്ടിയെടുക്കാൻ പറ്റുമോ നോക്കും. എങ്ങനെയെങ്കിലും മലം കിട്ടിയാൽ തിരക്കില്ലേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ പിന്നെ ഒരു ഡയപ്പർ വേണമെന്ന് പറയുമ്പോൾ ഒരു ഡയപ്പറിനൊക്കെ എത്ര വിലയെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. കുട്ടികളെ ഈ ചെറിയ ഇത് വാങ്ങണ മാതിരിയല്ലല്ലോ, അതിനും വില ഉണ്ടാവും. അപ്പോൾ 24 മണിക്കൂറും ഡയപ്പർ ഉപയോഗിക്കുന്ന ആളുകൾ 2-3 തവണ അത് മാറ്റും. കാരണം നമുക്ക് സെൻസ് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഈ സംഗതി പോയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. നമ്മൾ മലം പോയിട്ടുണ്ട്, ഞാൻ അപ്പോൾ മലത്തിലാണ് ഇരിക്കണമെന്ന് വരെ അറിയാമല്ലോ, ഞാൻ അപ്പോൾ മൂത്രത്തിലാണ് ഇരിക്കണമെന്ന് അറിയാലോ, അങ്ങനെ അറിയില്ലേ? ഇത് പോകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒന്നില്ലെങ്കിൽ സ്മെല്ലെങ്കിലും വരുമല്ലോ. ആ സമയത്ത് ഇതൊന്ന് മാറ്റാൻ, പകരം വെക്കാൻ വേറെ ഡയപ്പർ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾക്ക് പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അപ്പോൾ ഇത്ര 2 കേസാണ് ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞു. ഇന്നലെ വയനാട് കൂടെ ബത്തേരി കൂടെ പോന്നിട്ട് ഗൂഡല്ലൂർ കൂടെ ഞങ്ങൾ സൈഡ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സെഫീർ നമ്മളൊക്കെ ഇങ്ങനെ കറങ്ങി പോകുന്നു. അങ്ങനെ ചെന്നേക്ക് അത് പോകാൻ മനസ്സിലുണ്ടായൊരു തോന്നൽ ഞാൻ കഴിഞ്ഞാൽ സൂചിപ്പിച്ചിനി. 3 കുട്ടികളുടെ ഒരു ഉമ്മ വന്നു. ആ കുട്ടീൻ്റെ ഒരു 3 പെൺകുട്ടികൾ, അതിൽ ഒരു കുട്ടീൻ്റെ ചെറിയൊരു 5 വയസ്സിൻ്റെ താഴെ ഒരു കുട്ടീൻ്റെ കൈ പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് കമ്പിട്ട കുട്ടിയാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, മക്കൾ 3 ഉണ്ട്. ബാപ്പുണ്ടായതിൻ്റെ കാലത്ത്, ആ കുട്ടികളെ ബാപ്പുണ്ടായതിൻ്റെ കാലത്ത് കുടുംബക്കാർക്കൊക്കെ വേണ്ടപ്പെട്ട ബാപ്പയും പേരക്കുട്ടികളും ഭാര്യയൊക്കെ തന്നെയാണ്. ഒരു മരണപ്പെട്ടെന്ന് പറയണം, മരണപ്പെട്ടെന്ന് തന്നെയല്ല ആർക്കാലും എങ്ങനെ ഇപ്പോൾ മരണപ്പെട്ടെന്ന് പറയാം, മരണപ്പെട്ടെന്ന് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണോ നമ്മളെ സംബന്ധിച്ചോളം. പിന്നെ പെട്ടെന്ന് മരിച്ചെന്ന് പറഞ്ഞാൽ തെറ്റാവുമെന്ന് അറിയില്ല. അത് പെട്ടെന്ന് തന്നെ വരുള്ളൂ, അപ്പോഴെപ്പോഴും വരുന്നില്ല, അത് ഒരൊറ്റ വരവിൽ മരിച്ചു പോകുമല്ലോ, അതല്ലെങ്കിൽ കിടന്നു വരാം. മരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പെട്ടെന്നുള്ള മരണം, അല്ലെങ്കിൽ ഇന്ന് മറ്റൊരൊക്കെ പറഞ്ഞ അകാല ചരമോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചു ഖേദിക്കുന്നു മരണം. അപ്പം ഇങ്ങനെ അത് നമ്മളൊരു കൂട്ടപ്പുറപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പം ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നൊരു സംഗതി മരണം മാത്രമേ ഉള്ളൂ. വേറൊരു സംഗതി ഉറപ്പുള്ളതും ഒരു പ്ലാനും ഇല്ലാത്ത ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഏകദേശം കുറേ ഒരു 5-9 മാസം മുന്നൊക്കെ നമുക്ക് അതിൻ്റെ സൂചന കിട്ടും. ഇങ്ങനെ ഛർദി തുടങ്ങുമ്പോഴും പിന്നെ അതിനോട് വന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ അതൊന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു കുട്ടി ഇവിടെ ആയി വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ സൂചന വരും. പക്ഷെ മരണത്തിന് ഒരു സൂചനകളില്ലാത്ത സംഗതികൾ അങ്ങനെ തന്നെയാണ്. എപ്പോഴും പ്രതീക്ഷിക്കേണ്ട സംഗതിയായിട്ട് മരണത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ അത് പോയി കുട്ടികളോട് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഓരോട് ഇങ്ങനെ കുറച്ച് സമാധാനിപ്പിക്കാച്ച് ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നു. കുട്ടികളെ ബാപ്പ ഉണ്ടാക്കിയ കാലത്ത് വീടാണ്, സൗകര്യങ്ങളൊക്കെ ഉണ്ടേനി. പക്ഷെ ബാപ്പ കുട്ടികളെപ്പോൾ മരിച്ചോട് കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതെങ്ങനത്തെ സ്ഥലങ്ങൾ, വയനാട് ജില്ലയിലെ ഒരു മലൻ്റെ മുകളിൽ, അവിടുന്ന് പിന്നെ ഒരു കട്ട് റോഡിന് എങ്ങനെയൊക്കെ വണ്ടി കയറ്റി കൊണ്ടുപോയി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു മലൻ്റെ മുകളിൽ 5000 റുപ്യ വാടകയ്ക്കാണ് ആ കുട്ടി താമസിക്കുന്നത്. ഒരു വല്ലാത്തൊരു ഏരിയ, ഒരു മലൻ്റെ മുകളിൽ. നിങ്ങളൊന്നും വിഷമിക്കേണ്ടായിരുന്നു, നമുക്കറിനൊക്കെ പറഞ്ഞു, കുറച്ച് പൈസ എടുത്ത് കൊടുത്തു, നമ്മൾ നിങ്ങളെ നോക്കും പറഞ്ഞു, നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും എന്ന് അല്ല നിങ്ങളെ സഹായിക്കും. ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഒരു വിധവായ സഹോദരി ഭർത്താവ് മരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പട്ടിണി കിടന്ന് ഓടി മരിച്ചിട്ടില്ല. വാപ്പില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. നിങ്ങളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടും, ഭക്ഷണം കിട്ടും, വീടുണ്ടാവും, സർവ്വതുണ്ടാവും. കുട്ടികളെ വാപ്പേ പോയിട്ടുള്ളൂ, നല്ല ഇവിടെ ഉണ്ട്, നിങ്ങൾ ബേജാറാണ്ട, ധൈര്യം കൊടുത്തിട്ട് ഞങ്ങൾ സമാധാനിപ്പിച്ച് പോകുന്നു. ഇത് വെറും വർത്തമാനമൊന്നുമല്ല, നിങ്ങളപ്പം ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ അവസാനം ടീച്ചറെ കൈ പിടിച്ചിട്ട് ആ സഹോദരി അങ്ങനെ വിരുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അത് ഇവിടുന്ന് പറയാൻ പറ്റില്ലെന്ന് തോന്നിയായിരുന്നു, അത്ര ഇടങ്ങറിൽ അവിടെ വന്ന്. അതിൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കിറ്റുകൾ നമ്മൾ ഇന്നലെ കിറ്റ് കൊണ്ടേനി. അപ്പോൾ ഇവിടുന്ന് ആവശ്യം തലേന്ന് വിളിച്ച് ചോദിച്ചിന് കിറ്റ് വേണോ, അരി വേണോ, എന്തും കിട്ടുന്നു. എന്ത് കിട്ടിയാലും അവർക്ക് ആവശ്യമാണ്. 5 മാസം മുന്നേ വിദേശത്ത് ജോലി ചെയ്തൊരു മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ കിറ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നത്. കിറ്റ് ഇറക്കി വെച്ച് കൊടുത്ത് ടീച്ചറും അതാ കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് മാറി പറഞ്ഞോട്ട് ഒരു പെണ്ണുങ്ങളല്ലേ. അപ്പോൾ ടീച്ചറെ കൈ പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പീടിയ വരുന്നത് മാറ്റാണ്, ഇതിനെ ടൗണിലേക്ക് കൊണ്ടുപോവാണ്. എനിക്ക് ആ ടൗണിൽ പോകാൻ കഴിയില്ല, കാരണം എൻ്റെ മക്കൾ സ്കൂൾ ഇവിടെയാണ്. അത്ര ദൂരം പോയി മക്കൾ സ്കൂളിൽ പോകും, ഒന്ന് മദ്രസ പോകും. ഇവിടെ ഈ കുട്ടികൾ ഒറ്റക്കിടാൻ പറ്റിയൊരു സ്ഥലമല്ല.
എൻ്റെ നാട്ടിൽ എനിക്കൊരു പണി കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാർക്കിട്ടു എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ എനിക്ക് ഈ സംഖ്യ കൂട്ടിത്തരുന്നല്ല പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങൾ പൈസ കൂട്ടണമെന്നല്ല പറഞ്ഞത്. എനിക്ക് പിന്നെ ഒരു പണി കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ബേജാറാകണ്ട. ഓക്കെ, നിങ്ങൾ ഈ മാസങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ഇവിടെ കിട്ടി. നോമ്പിന് പൈസ ഉള്ള സമ്പത്തൊക്കെ ഉള്ള ആളുകളെ വീട്ടിൽ നോമ്പിന് കിറ്റ് വാങ്ങിയിട്ടില്ല, ആലോചിക്കണുള്ളൂ. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു നോമ്പല്ല, കുറച്ചും കൂടി സുഖമായിട്ട് നിങ്ങൾക്ക് ആറുവൽമ്പ് വിൽക്കാനുള്ള സാധനം അത്രയും സാധനം ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേജാറുണ്ട്, അവിടെ സമാധാനിപ്പിച്ച് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൂടുതലൊരു ഭാഗത്ത് തന്നെ ഇല്ലെങ്കിൽ ചില ഭാഗം കൂടെ പോയി നോക്കി. ഒരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആ വീട്ടിൽ 2 വൈദവ്യം അനുഭവിക്കുന്ന ആളുകളാണ്. വരൻ്റെ മുകളിൽ പണിയൊന്നും പൂർത്തിയാത്തൊരു വീടിൻ്റെ മാളിൻ്റെ മുകളിൽ 3 മാസമായി ഭർത്താവ് മരിച്ച ഇരിക്കുന്ന ഒരു സഹോദരി, താഴെ ഇരിക്കുന്നത് വേറൊരു സഹോദരി, എൻ്റെ മൂത്തച്ചി, അതിനും കുട്ടികളുണ്ട്, മുകളിലും കുട്ടികളുണ്ട്. ഒരു വരുമാനമില്ലാത്ത ഒരു വീട്ടിൽ 2 ആൾ ഇരിക്കുകയാണ്. അല്ല, ഒരാൾ ഇരിക്കുകയാണ്, ഒരാൾ പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. തത്വത്തിൽ അവിടെ 5-6 കുട്ടികളുണ്ട്. അതും തമിഴ്നാട്ടിൻ്റെ ഒരു ഭാഗത്ത് അങ്ങോട്ട് കടന്നു വന്ന്. അത് കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടെ കയ്യിങ്ങ് തട്ടുന്ന ഒരു ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ ഇട്ടൊരു ഷീറ്റിൽ ഒരു 18 കടി കയറണം, ഒരു സ്റ്റെപ്പ്. എനിക്ക് കയറാൻ പറ്റും, ഞാൻ അവിടെ ഇരുന്ന് ഇവരൊക്കെ കയറി കണ്ടു. അവിടെ നടക്കാൻ വയ്യാത്തൊരു കാക്ക, അയാൾ അമ്മായിമ്മ, ഈ വൈദവ്യം അനുഭവിക്കുന്ന സഹോദരി, 2 ചെറിയ ആൺകുട്ടികളും. ഒരു ഭാഗത്ത് കാട്ടാൻ്റെ പ്രശ്നം, മറ്റ് ജന്തുക്കളുടെ പ്രശ്നം, ഈ വെയിലും ചൂടൊക്കെ ആണെങ്കിൽ ഈ ഷീറ്റിൻ്റെ ചുവട്ടിൽ കഴിയുക. അവിടെ നിന്നാണ് ഇവരോട് വന്നത്. അവർക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു വീട്ടിൽ പോയി നോക്കിയപ്പം 3 കുട്ടികളുള്ള ഒരു ചെറുപ്പക്കാരിയായ സഹോദരി, ഭർത്താവ് മരിച്ചു, സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നു. അവിടെ പ്രായമായ ഒരു വാപ്പ, അതും ഒരു ആസ്പെറ്റോസിൻ്റെ ഷീറ്റിട്ട ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഒരു 3 കുട്ടികളെയും പിടിച്ച് ഒരു 10-25 വയസ്സായ ഒരു സഹോദരി. അവർക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കാം. മറ്റൊരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഒരു വീടിൻ്റെ ഇപ്പുറത്ത് നമുക്ക് പരിചയമുള്ളതാണ്. വേറൊരു ഓർഫൻ തിരഞ്ഞു പോകാൻ വേറെ സഹായത്തിന് കൂട്ടാൻ വേണ്ടി പോയതാണ്. ഇപ്പുറത്തെ വീട്ടിൽ 3 കുട്ടികളുള്ള ഒരു വൈദവ്യം അനുഭവിക്കുന്ന സഹോദരി, ഇപ്പുറത്തെ വീട്ടിൽ 3 കുട്ടികളുള്ള ഒരു സഹോദരി. ഇപ്പുറത്തും 8-നും 5-നും മരിച്ചു. 5-നായിരുന്നു ഈ ഏട്ടൻ മരിച്ചപ്പോൾ നോക്കിയാൽ 5-നും മരിച്ചു. ആ 2 കൂട്ടരും നമ്മളെ ഓർഫൻ കെയറിൽ ഇപ്പം ഉണ്ട്. ഇളച്ചി മൂത്തച്ചിയും നമ്മളെ ഓർഫനിലുണ്ട്. മറ്റൊരു വീട്ടിൽ ഇപ്പുറത്ത് പോയപ്പോൾ അതും ഒരു ആസ്പെറ്റോസിൻ്റെ ഷീറ്റിട്ട പേരാ. അവിടെ പിന്നെ 2 കുട്ടികളുടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് വീട് ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു പരിശ്രമം കൊണ്ട് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഓരോ ഞായറാഴ്ചകളുണ്ട്. സ്കോളർഷിപ്പ് തരുന്ന ആളുകൾ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മത്സ്യം തരുന്ന ആളുകൾ, ഇടയ്ക്ക് മാംസം തരുന്ന ആളുകൾ, വീട് പണിക്ക് പൈസ തരുന്ന ആളുകൾ, ₹1 ദാനം എന്നുള്ള പദ്ധതിയിൽ ₹1 തന്ന സഹോദരിമാർ, അങ്ങനെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും ഇതിനോടൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മളൊപ്പം ഉണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു ഈ ഭൂമിയിൽ സമാധാന ജീവിതം, നാളെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തുബു ഇലൈക്.